നമസ്കാരം. പുതിയൊരു സാമ്പാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നല്ലൊരു ബ്രാഹ്മിൻസ് ടൈപ്പ് സ്റ്റൈലിൽ ഒരു സാമ്പാർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിപ്പം ഇതിനകത്ത് വെള്ളരിക്ക, വെണ്ടയ്ക്ക, കൊത്തരങ്ങ മാത്രമേ ഉള്ളൂ പച്ചക്കറികളായിട്ട് എൻ്റെ കയ്യിൽ. അത് ഉപയോഗിച്ച് നമ്മൾ കായ ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്ത് പുളി, ഇത്രയും പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ല പിഴിഞ്ഞ് വെള്ളം എടുത്തു. കായം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. കായം, മഞ്ഞൾ പൊടി, ഉപ്പ്, കറിവേപ്പില പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. തിളച്ച വെള്ളത്തിൽ വെണ്ടക്ക, കൊത്തവരങ്ങ, വെള്ളരിക്ക ഈ മൂന്നും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോവാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. 2 പിടി പരിപ്പെടുത്ത് വേവിച്ചിട്ടുണ്ട് കുക്കറിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കായ് വേവിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് പരിപ്പ് റെഡിയായിട്ട് വെന്ത് വെക്കുക. 2 പിടി പരിപ്പ് എടുത്തിട്ട് നെക്സ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. പാത്രത്തിൽ എണ്ണ ചൂടാക്കാണ്. കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിക്കുന്നു. ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് 2 ചെറിയ ഉള്ളികൾ 2 or 4 എണ്ണം എടുത്ത് തൊലിയെടുത്ത് റെഡിയായിട്ട് വെക്കണം. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതിനെ ചെറുതായിട്ട് ഞാൻ നുറുക്കുന്നു. അപ്പം എണ്ണ ചൂടായി. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഫാസ്റ്റായിട്ട് നുറുക്കുന്നത്. ഇത് റെഡിയാക്കി നേരത്തെ തന്നെ വെക്കുകയാണെങ്കിൽ അത്രയും സുഖം. ഞാൻ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുകയാണേ. ഇതിപ്പോൾ ഞാൻ കടുകിടാൻ പോവാണ്. ഇച്ചിരി കടുക് എടുത്ത് 1 സ്പൂൺ കടുക് ഇട്ടു. ജീരകം ദേഹത്തിന് വളരെ നല്ലതാണ്, ഔഷധമാണ്. തല മുതൽ കാല് വരെ എല്ലാത്തിനും നല്ലതാണ്. ജീരകം മയക്കം, പിത്തം എല്ലാത്തിനും നല്ലതാണ്. അപ്പം അത് പൊട്ടിച്ചു. ഉള്ളി അരിഞ്ഞത് ഇതിനകത്തിട്ട് വഴറ്റി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച സാമ്പാർ പൊടിയുണ്ട്. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം. ഇത് നമ്മളിപ്പോൾ ഇത് ഉള്ളി മൂത്തതിന് ശേഷം ഉള്ളി മൂത്തു. ഇതിനകത്ത് ഒരു 1.5 സ്പൂണ് സാമ്പാർ പൊടി. ഇതിനകത്ത് കടലപ്പരിപ്പ്, ഉഴുന്ന്, അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കട്ടിയാവുന്ന ഒരു സാമ്പാർ പൊടിയാണ്. പെട്ടെന്ന് കുറുകി കട്ടിയാവും. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നും ഒഴിവാക്കാം. അല്ല, ഉഴുന്നും അരിയും ഒഴിവാക്കാം. ബാക്കി കടലപ്പരിപ്പും ഉലുവ, മല്ലി, മുളക്, കായം, കറിവേപ്പിലയൊക്കെ ചൂടാക്കി വറുത്ത് പൊടിച്ചതാണ് സാമ്പാർ. എന്തൊക്കെയാണ്? കായം, കറിവേപ്പില, കടലപ്പരിപ്പ്, ഉലുവ, മല്ലി, മുളക് ഇതെല്ലാം അതായത് പാകത്തിന് ഇട്ട് വറുത്ത് പൊടിച്ചതാണ് സാമ്പാർ പൊടി. അതിനകത്ത് ഞാൻ ഉഴുന്നും അരിയും കൂടെ എക്സ്ട്രാ ചേർത്ത് നോക്കി. നല്ല മണമുണ്ട്, പക്ഷെ പെട്ടെന്ന് കട്ടിയാകും കൂട്ടാൻ. ഒരുപാട് വെള്ളമായിട്ടിരിക്കുന്ന സാധനത്തിന് ഇത് ബെസ്റ്റാണ്.
അപ്പോൾ ഞാനിത് പുളി വെള്ളത്തിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, കറിവേപ്പില എല്ലാം ഇട്ട് തിളപ്പിച്ചതിൽ വെണ്ടക്ക, കൊത്തവരങ്ങ, വെള്ളരിക്ക ഈ 3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലോണം ഈ പച്ചക്കറി നന്നായിട്ട് വെന്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഉള്ളി, കടുക് വറക്കുന്ന കൂട്ടത്തിൽ ഉള്ളി അരിഞ്ഞതും മൂപ്പിച്ചെടുത്ത് അതിനകത്ത് സാമ്പാർ പൊടി 1.5 സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇത്തിരി ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചൂടാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു മല്ലിമുളക് വറുത്ത അപ്പം തന്നെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് ഇതിനകത്ത് ചേർക്കും. ചേർത്തു കഴുകി ഇതിനകത്ത് ചേർക്കും. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം കളർ കിട്ടിയ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കുറവായിട്ടാണ് ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഇത്തിരി പോകുന്ന മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. മുളക് പൊടി ചെറുതായിട്ട് ചക്കല, കാരണം എരിവ് കൂടിയാൽ ചിലർക്ക് പിടിക്കും, ചിലർക്ക് പിടിക്കത്തില്ല. നമ്മൾ ഉപ്പ് ആദ്യമേ ഇട്ടു. അപ്പോൾ ഉപ്പ് പച്ചക്കറിയിൽ പിടിക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് നേരത്തെ ഇടണം. പച്ചക്കറി വേവിക്കുന്നത് പുളിയുടെ വെള്ളത്തിലാണെങ്കിൽ നമ്മുടെ ഈ പച്ചക്കറിയിലുള്ള വിഷം അതൊക്കെ അങ്ങ് എടുക്കുന്നതാണ്. എടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കരുത്. ഞാനൊന്നും തിരിച്ച് ആരോടും എന്ത് ചോദ്യവും ചോദിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ അനുസരിച്ചു. അത്രയേ ഉള്ളൂ. ഇപ്പോഴേ ചോറായിക്കൊണ്ടിരിക്കുകയാണ്. അരി വാർക്കാനുള്ള സമയമായി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇത് ഒന്ന് കുറുകി ചേർന്ന് സാമ്പാറിൻ്റെ കഷ്ണം ചേർന്നല്ല, വെണ്ടയ്ക്കയും കൊത്തരങ്ങയും വെള്ളരിക്കയും മാത്രമേ ഉള്ളൂ. അത് മതി സാമ്പാറിന്. ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കുറേശ്ശെ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മാത്രം ഉണ്ടെങ്കിൽ കുറച്ച് ഇത് ഇത്രയും പച്ചക്കറി ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു, മുളക് പൊടിയൊക്കെ ചേർന്നു. ഇതിപ്പോൾ കുറച്ച് തിളയ്ക്കുന്നു. ഒരു 2 മിനിറ്റ് തിളക്കട്ട്. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് ഞാനിത്തിരി വെള്ളം കുക്കറിൽ അടിയിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ പരിപ്പിട്ട് അതിലും ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് 5-6 വിസിൽ ഇട്ട് നന്നായിട്ട് വേവിച്ച് 10 മിനിറ്റ് കൂളാക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴാണ് ഈ പരിപ്പ് ഇങ്ങനെ ഇതാവുന്നത്. എന്നാൽ നമ്മൾ കരണ്ടി കൊണ്ട് ഇങ്ങനെ കുറച്ച് മസിച്ച് കൊടുക്കാം. മസിച്ചാൽ പെട്ടെന്ന് തന്നെ ഡൈലൂട്ടാവും. നന്നായിട്ട് മസിക്കുക. ഇങ്ങനെ കരണ്ടി കൊണ്ട് ചൂടോടെ മസിക്കുമ്പോൾ പെട്ടെന്ന് മസിഞ്ഞ് കിട്ടും, വെണ്ണ പോലെ. ഇതിങ്ങനെ ചേർക്കുക. ഇങ്ങനെ ചേർക്കുക. ചേർത്ത് സാമ്പാർ അതിൻ്റെ കൂടെ ഈ പരിപ്പിൻ്റെ വെള്ളവും കൂടെ അതിനകത്ത് നമ്മൾ ചേർക്കണം. കാരണം എന്താണെന്ന്, എൻ്റെ സാമ്പാർ പൊടിയിൽ ഉഴുന്നും അരിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് കട്ടിയാവുക. അതുകൊണ്ട് നമ്മൾ പരിപ്പിൻ്റെ വെള്ളവും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ കട്ടിയാവും. തേങ്ങ ഒന്നും ഞാൻ വറുത്തിട്ടില്ല. തേങ്ങ വേണമെങ്കിൽ വറുത്ത് അരച്ച് ഈ സാമ്പാർ പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കാം മിക്സിയിൽ. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ. ഞാൻ തേങ്ങ ഇടാതെ ഉണ്ടാക്കാറുണ്ട്. തേങ്ങ നല്ലതാണ് ദേഹത്തിന്. അൾസിമേഴ്സ്, വാപ്പുണ്ണ്, ക്യാൻസർ ഇതുപോലത്തെ മാരക രോഗങ്ങൾ തടയാനുള്ള ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തേങ്ങ ഇഷ്ടംപോലെ കഴിക്കാം. തേങ്ങ നന്നായിട്ട് വറുത്ത് എണ്ണയിലിട്ട് വറുത്ത് ഈ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി മിക്സിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നൈസായിട്ട് അരച്ചതിനകത്ത് ചേർക്കുന്ന അതേ എഫക്റ്റ് ഇപ്പോഴും കിട്ടും. കാരണം ഞാൻ എന്ത് ചെയ്തു, എണ്ണയ്ക്കകത്ത് കടുകും ഉള്ളി, ജീരകം ചെറുതായിട്ട് ഇടാവേ. എന്നാൽ ചിലർക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എരിവ് നല്ല പാകത്തിലാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ ചേർക്കാം. തക്കാളി ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ നല്ല പുളിയുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പുളിയെടുത്ത് 2-3 വട്ടം പിഴിഞ്ഞു. കുറേ നേരം കുതിരായിട്ടതുകൊണ്ട് അതിൻ്റെ വെള്ളം നല്ല പുളിയുണ്ട്. പുളിയിൽ സാമ്പാറിന് ചോറിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് എരിവില്ല അതിനകത്ത്. കുറച്ച് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം.
രണ്ടാമത് ഇത്തിരി കുറച്ച് കായം കൂടെ ചേർക്കാം. നമ്മൾ സാമ്പാർ പൊടിക്കകത്ത് കായം ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് പുളി വെള്ളത്തിൽ കായം ചേർത്ത് വേവിച്ചിട്ടുണ്ട്. ഫൈനൽ ടച്ചായിട്ട് കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം വരും. നമ്മൾ എരിവിന് പകരം ചില്ലി പൗഡറിന് പകരം കുറച്ച് കുരുമുളക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കോൾഡ് റിലേറ്റഡ് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. രസം കഴിക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രസത്തിൽ കുരുമുളക് ജീരകം ഇടാറില്ലേ, അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ജീരകം വറുത്തു, മുളക് പൊടി എന്ന് വെച്ചാൽ കുരുമുളക് പൊടി മുകളിലിട്ടുകയും ചെയ്തു. കായമായി, പുളി ഉണ്ട് ആൾറെഡി. അപ്പോൾ നമ്മൾ രസത്തിൻ്റെയും ടേസ്റ്റ് ഇതിനകത്ത് വരും. തിളച്ചു, അത്രയേ ഉള്ളൂ സാമ്പാർ. നന്നായിട്ട് തിളച്ച് പരിപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സാമ്പാർ റെഡി. എത്ര പെട്ടെന്ന് റെഡിയായി. പരിപ്പ് ആദ്യം വേവിക്കുക, പുളി വെള്ളത്തിലിടുക, പച്ചക്കറി അരിഞ്ഞ് വയ്ക്കുക, സാമ്പാർ പൊടി റെഡിയാക്കുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റിനകത്ത് സാമ്പാർ റെഡിയാവും. താങ്ക് യു.